എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ കടൽ തീരത്തുള്ള നേവി കപ്പൽ കാണിക്കും. ആ കപ്പലിലാണെങ്കിൽ ബാക്കിയുള്ളത് ആ കപ്പലിന്റെ ഹെഡ് മാത്രമാണ്. ബാക്കിയുള്ളവരെ എല്ലാവരെയും അവൾ ശിലയാക്കി മാറ്റി. ആൾക്കാണെങ്കിൽ അവളോട് ഇപ്പൊ തീരാത്ത ദേഷ്യമുണ്ട്. പക്ഷേ ഇത് നേവിയുടെ ഉത്തരവായതുകൊണ്ട് തന്നെ 2 ദിവസം ആൾക്ക് അവളെ വെയിറ്റ് ചെയ്തേ പറ്റൂ. ആളുടെ മുൻപിൽ ഇപ്പൊ വേറെ വഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ പ്രിൻസസിനെ കാണിക്കും. അവൾ ഒരുപാട് വേദനയിൽ നിലവിളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവളുടെ മുഖമൊക്കെ ചുവന്ന് തുടുത്ത് പ്രോപ്പറായിട്ട് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ വേദനിച്ച് നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ഡോക്ടർ അവളെ ചെക്ക് ചെയ്യും. ഡോക്ടർ പറയും ഇവളുടെ പ്രശ്നം അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അവളുടെ ഹാർട്ടിന് കാര്യമായിട്ട് എന്തോന്ന് പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അവളുടെ നില അത് കൂടുതൽ അപകടത്തിലേക്ക് പോകും. അപ്പോഴായിരിക്കും നമ്മുടെ ഗ്രാൻഡ്മയും ലൂഫി അവിടേക്ക് വരിക. ഗ്രാൻഡ്മ ലൂഫിയോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ആ പ്രിൻസസിന്റെ അടുത്തേക്ക് വരും. അവർ പ്രിൻസസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അതിനുശേഷം ലൂഫിയും പ്രിൻസസും അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ കാര്യങ്ങൾ അവർ ഓർത്തെടുക്കും. ഗ്രാൻഡ്മയ്ക്ക് ഏകദേശം ഇപ്പൊ പ്രിൻസസിന് എന്താണ് സംഭവിച്ചതെന്ന് പിടികിട്ടി കഴിഞ്ഞു. അവരങ്ങനെ ഷോക്കായിട്ട് പ്രിൻസസിനെ തന്നെ നോക്കും. ആ ഗ്രാൻഡ്മ ടെൻഷനായിട്ട് ഇപ്പൊ അവളോട് ഓരോ വാക്കുകൾ ചോദിക്കാനായിട്ട് തുടങ്ങും. ഗ്രാൻഡ്മ ഓരോ വാക്കുകളായിട്ട് പറയുമ്പോഴും ആ പ്രിൻസസ് അവള് വേദന കൊണ്ട് നിലവിളിക്കും. ചുറ്റുമുള്ള ഒരു ടെൻഷനാവും. എന്തു പറ്റി? എന്താ ഇവിടെ നടക്കണേ? പ്രിൻസസിന് അവർക്ക് എന്താ പ്രശ്നം? ഉടനെ ഗ്രാൻഡ്മ ആള് വമ്പം ഗൗരവമായിട്ട് അവരോട് പറയും പ്രിൻസസിന് വലിയൊരു അസുഖം ബാധിച്ചിരിക്കുകയാണ്. ഇവൾക്ക് മുൻപുണ്ടായിരുന്ന പ്രിൻസസ് അവൾ എങ്ങനെ മരിച്ചോ അതുപോലെ തന്നെ ഇപ്പൊ ഇവളും മരിക്കാനായിട്ട് പോവാണ്. ആക്ച്വലി ഇതൊരു വൈറസ് ആണ്. എനിക്കും ഈ വൈറസ് പിടിപെട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്. ഞാൻ ഈ അയർലാൻഡിൽ നിന്ന് പുറത്തേക്ക് പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്താണ് ഇവിടേക്ക് നോർമലായി തിരികെ എത്തിയത്. പക്ഷെ നിന്നെ കൊണ്ട് ഇത് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ട് ഒരു സെക്കൻഡ് എല്ലാവരും സാഡാവും. ഗ്രാൻഡ്മ വീണ്ടും ഇപ്പൊ അവളോട് പറയും ലൂഫിക്ക് എന്തോ കാര്യമായിട്ട് നിന്നോട് സംസാരിക്കാനുണ്ട്. നിനക്ക് അവനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ? അത് കേൾക്കേണ്ട താമസം അത്രയും നേരം ക്ഷീണിച്ചിരുന്ന അവൾ ചാടി എഴുന്നേക്കും. അതിനുശേഷം ലൂഫിയുടെ അടുത്തേക്ക് വരും. ലൂഫി ആണെങ്കിൽ അവളെ കണ്ട് വണ്ടറടിക്കും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? നിനക്ക് എന്തോ സുഖമില്ല എന്ന് ഗ്രാൻഡ്മ പറഞ്ഞു. അവളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഉടനെ ലൂഫി എന്റെ ബ്രദർ ആ വൈറ്റ് ബിയർഡിന്റെ അടുക്കെ ആ വൈറ്റ് ബിയർഡിന്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നേവി കപ്പൽ ഉണ്ടെന്ന് കേട്ടു. അവരോടൊപ്പം പോവാൻ തയ്യാറാവുകയാണെങ്കിൽ നിന്റെ ഒപ്പം എനിക്കും വരാൻ കഴിയും. അങ്ങനെ എന്റെ ബ്രദറിനെ എനിക്ക് രക്ഷിക്കാം. അടുത്ത നിമിഷം ലൂഫി പറഞ്ഞ കാര്യങ്ങൾ കേട്ട അവളുടെ സിസ്റ്റേഴ്സ് അവര് വമ്പ കലിപ്പില് അവിടേക്ക് ഓടിയെത്തും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ഞങ്ങൾ അവിടെ കഷ്ടപ്പെട്ട കാര്യമെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് വീണ്ടും നീ ഞങ്ങളെ അപകടത്തിലാക്കാൻ നോക്കുകയാണോ? പക്ഷെ പ്രിൻസസ് അവളിപ്പോ ക്യാഷ്വലായി ലൂഫിയോട് പറയും നീ പറയുകയാണെങ്കിൽ എവിടേക്ക് വരാനും ഞാൻ തയ്യാറാണ്. അത് കേട്ട് ഒരു സെക്കൻഡ് ആ ഗ്രാൻഡ്മയും അവരുടെ 2 ട്വിൻ സിസ്റ്റേഴ്സും അവർ രണ്ടുപേരും അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ആക്ച്വലി ആ പ്രിൻസസിനാണെങ്കിൽ ലൂഫിയെ ഒരുപാട് ഇഷ്ടമാണ്. ലൂഫി അവിടുന്ന് പോകുന്നു എന്നറിഞ്ഞതിൽ പിന്നെയാണ് പ്രിൻസസിന് ഒട്ടും വയ്യാതായത്. ഇപ്പോ ലൂഫിയെ കണ്ടതും അവൾ പഴയതിലുപരിയായിട്ട് ഓക്കെ ആയി. അവൾ ഹാപ്പിയായി ഇപ്പൊ പോവാൻ തയ്യാറെടുത്ത് ആ നേവി ഹെഡിനെ വിളിച്ച് കാര്യം പറയും. അവളുടെ ഒരേ ഒരു ഡിമാൻഡ് നേവി കപ്പലിലായിരിക്കും ട്രാവൽ ചെയ്യുക എന്നതാണ്. അത് കേട്ട ക്യാപ്റ്റൻ ആളങ്ങനെ ഷോക്കാവും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തില് പോവാൻ റെഡി ആവുകയാണ്. ലൂഫി പോകുന്നതിന് മുൻപായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് അവര് മുഴുവൻ അവനെ കാണാനായിട്ട് വരും. അവന്റെ ഫ്രണ്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് വാ തോരാതെ അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ലൂഫി പറയും ഞങ്ങളുടെ ടീമില് 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ബോയ്സ് ആണ്. സോ ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ കഴിയോ? അതിനവര് പറയും നിനക്കും നിന്റെ ഫ്രണ്ട്സിനും അവരാരായിരുന്നാലും കുഴപ്പമില്ല, എപ്പോ വേണമെങ്കിലും ഈ അയർലാൻഡിലേക്ക് വരാം. പ്രിൻസസ് ആണെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് വരും. അവരുടെ സൗന്ദര്യമൊക്കെ കണ്ട് എല്ലാവരും മറന്ന് അവരെ തന്നെ നോക്കുകയാണ്. അതിനുശേഷം ലൂഫിയും പ്രിൻസസും അവർ രണ്ടുപേരും യാത്ര പുറപ്പെടാനായി കടലിന്റെ അടുത്തേക്ക് പോവും. അവർ രണ്ടുപേരും കപ്പലിൽ കയറി ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ യാത്ര ആരംഭിക്കും. ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കുറിച്ച് ഓർത്ത് മാത്രമായിരിക്കും അവരുടെ ടെൻഷൻ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രിൻസസും ലൂഫിയും അവർ രണ്ടുപേരും ആ നേവി കപ്പലിന്റെ അടുത്തേക്ക് വരും. ആ നേവി ഹെഡ് ആള് തീർത്തു പറയും നിനക്ക് മാത്രമേ ഈ കപ്പലിൽ കയറാനായിട്ട് പെർമിഷൻ ഉള്ളൂ. അത് മാത്രമല്ല ഇംബൽ ടൗണിലേക്ക് കുറച്ചു നേരം മാത്രമേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കൂ. അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടുന്ന് പോകണം. പ്രിൻസസ് ആണെങ്കിൽ അതിനൊക്കെ ഓക്കെ പറഞ്ഞ് കപ്പലിലേക്ക് കയറുകയാണ്. ഉടനെ ചുറ്റും ഉണ്ടായിരുന്ന ഗേൾസ് അവരിപ്പോ പ്രിൻസസിനോട് യാത്ര പറയും. മാത്രമല്ല
ഹെൽത്ത് നോക്കണം ലൂ എന്ന് പറയുമ്പോഴേക്കും വേറൊരു പെൺകുട്ടി അവളുടെ വാ പൊത്തിപ്പിടിക്കും. കാരണം ലൂഫിയെക്കുറിച്ച് ആളറിഞ്ഞ അത് വലിയ അപകടമാണ്. ആ നേവി ഹെഡിനാണെങ്കിൽ ഇപ്പൊ പ്രിൻസസിന്റെ മേലെ വലിയ ഡൗട്ടുണ്ട്. കാരണം വരില്ല എന്ന് ഒറ്റക്കാലിൽ നിന്ന് ശാഠ്യം പിടിച്ച പ്രിൻസസ് അവളിപ്പോ താനെ മിഷൻ ഏറ്റെടുത്ത് പോവാൻ തയ്യാറായിരിക്കുകയാണ്. ഇതിലെന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന ആൾക്ക് മനസ്സിലാവും. അപ്പൊ പ്രിൻസസിന്റെ വയറ്റിൽ നിന്ന് ഇപ്പൊ എന്തോ ഒരു ശബ്ദം കേൾക്കും. അത് കേട്ട് ആ നേവി ഹെഡ് ആളവളെ കളിയാക്കാൻ തുടങ്ങും. അവള് ദേഷ്യപ്പെട്ട് പറയും, മിണ്ടിപ്പോരുത്, നിങ്ങളുടെ കളിയാക്കലും ആക്ഷേപവും ഒന്നും കേൾക്കാനുള്ള ആളല്ല ഞാൻ എന്ന് പറഞ്ഞ് അവളിപ്പോ കപ്പലിന്റെ അകത്തേക്ക് പോവും. ഉടനെ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് അവളുടെ ഡ്രസ്സിന്റെ അകത്ത് തൂങ്ങിക്കിടക്കുന്ന ലൂഫിയെ കാണിക്കും. ലൂഫിയുടെ വയറ്റിൽ നിന്നാണ് ആ ഒരു ശബ്ദം പുറത്തേക്ക് വന്നത്. പ്രിൻസസ് ചെറിയ ശബ്ദത്തില് ഇപ്പൊ അവളോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് നീ നിന്നെ കൺട്രോൾ ചെയ്യ്. അവൻ എന്തെങ്കിലും സംശയം തോന്നിയാ അത് വലിയ അപകടമാവും. ഉടനെ നേവി ഹെഡ് അവനാണെങ്കിൽ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ? നിന്റെ നടപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് നിനക്ക് എന്തോ കുഴപ്പമുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട് നിൽക്കും. ഉടനെ ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ ആഞ്ഞു തുമ്മും. ആ ക്യാപ്റ്റൻ ആണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. സത്യം പറയ്, നീ ആരാ? ഇവിടെ ഇപ്പോ നീ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തുമ്മിയിട്ടില്ല. പക്ഷെ ആരോ ഒരാള് ഇപ്പൊ തുമ്മി, അതൊരാണിന്റെ വോയിസ് ആണെന്ന് പറഞ്ഞ് അവനിപ്പോ അവളോട് ദേഷ്യപ്പെടും. അവളാണെങ്കിൽ ഒരു വിധത്തില് ഇപ്പൊ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അയ്യോ അല്ല, അതും ഞാൻ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട്. ഞാൻ തുമ്മുമ്പോ അത് ബോയ്സിന്റെ സൗണ്ട് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരു വിധത്തില് അവളിപ്പോ എങ്ങനെയൊക്കെയോ അവനെ കൺവിൻസ് ചെയ്യും. അതിനുശേഷം ലൂഫിയോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഒരല്പസമയം നീ കൺട്രോൾ ചെയ്ത് നിൽക്ക്. അതിന് ലൂഫി പറയും, നിന്റെ മുടി എന്റെ മൂക്കിൽ തട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തുമ്മിപ്പോയത്. അടുത്ത നിമിഷം അത് കേട്ട് ആ നേവി ക്യാപ്റ്റൻ ആള് ദേഷ്യപ്പെട്ട് പറയും, സത്യം പറയും, നിന്റെ കൂടെ ആരോ ഉള്ളേ? എന്തോ ഒരു കള്ളത്തരം നീ ചെയ്യുന്നുണ്ട്. ഉടനെ അവള് പറയും, നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് പരിശോധിക്കാം. അത് കേട്ട് ഇപ്പൊ നേവി ക്യാപ്റ്റൻ ആണെങ്കിൽ കുറച്ച് പേടിയാവും. കാരണം ഇൻ കേസ് അവളെ തൊട്ടുപോയാ അവളുടെ സൗന്ദര്യത്തിൽ മയക്കി ആളെയും ഒരുപക്ഷെ കല്ലാക്കി മാറ്റാം. ഉടനെ ആള് പറയും, വേണ്ട, എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ എത്രയും പെട്ടെന്ന് ശിലയാക്കി മാറ്റിയ ഇവരെ എല്ലാം നോർമലാക്ക്. എങ്കിലും മാത്രമേ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാൻ പറ്റൂ. അത് കേൾക്കേണ്ട താമസം അവളാണെങ്കിൽ ആ കല്ലാക്കി മാറ്റിയ സോൾജിയേഴ്സിന് നേരെ ആഞ്ഞൂതും. ആ കാറ്റ് തട്ടി അവരെല്ലാം നോർമലാവും. അതിനുശേഷം അവരിപ്പോ അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ പ്രിൻസസ് അവള് നേവി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്ന കാര്യം അവർക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇപ്പൊ ടോട്ടൽ അവിടേക്ക് 6 വാർലാഡ്സ് എത്താൻ പോവാണ്. 7ാമത്തെ വാർലാഡ് അവനിപ്പോ ജയിലിലാണ്. സെൻഗോക്കു ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു നേവി സോൾജിയറിനോട് ഇപ്പൊ അവന്റെ കാര്യം ചോദിക്കും. സോൾജിയർ പറയും അവനിപ്പോഴും ഒന്നിനും തയ്യാറാവുന്നില്ല. വാർലാഡ് എന്ന പദവി പോലും അവന് വേണ്ട എന്നാണ് അവൻ തറപ്പിച്ച് പറയുന്നത്. അതിനുശേഷം സെൻഗോക്കു ഇപ്പോ കാർപ്പിനെ കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ കുറിച്ചും അങ്ങനെ എല്ലാവരെ കുറിച്ചും നേവി സോൾജിയേഴ്സിനോട് ചോദിക്കാൻ തുടങ്ങും. അവരാണെങ്കിൽ എല്ലാവരെയും കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യം അവന് പറഞ്ഞു കൊടുക്കും. കറക്റ്റ് സമയത്ത് വേറൊരു സോൾജിയർ അവിടേക്ക് ഓടി വരും. അവൻ പറയും, വൈറ്റ് ബിയേർഡ് ആളുടെ പ്ലാൻ അത് തുടങ്ങിക്കഴിഞ്ഞു. വലിയൊരു സന്നാഹമായി ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടി. അത് കേൾക്കേണ്ട താമസം സെൻഗോക്കു ആൾ ഓരോരുത്തർക്കായിട്ട് ഇപ്പൊ ഓരോ മിഷൻസ് ഏൽപ്പിച്ചു കൊടുക്കും. സെൻഗോക്കു ടെൻഷനായി എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ ബാക്കിയുള്ള സോൾജിയേഴ്സിനോട് പറയും. കട്ട് ചെയ്ത ഇപ്പൊ ഇമ്പിൾ ടൗൺ കാണിക്കും. അവിടേക്ക് കാർപ്പാണെങ്കിൽ നടന്നു വരാണ്. കാർപ്പ് മറ്റാരെയും കാണാനല്ല, സാക്ഷാൽ എയ്സിനെ കാണാനാണ് അവിടേക്ക് കടന്നു വരിക. കാരണം എയ്സും ആളുടെ ഗ്രാൻഡ് ചൈൽഡാണ്. കാർപ്പിനെ കണ്ട എയ്സ് അവൻ ഫുൾ കലിപ്പില് അങ്ങനെ തുറിച്ചു നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.